സംരംഭകർക്ക് പുത്തൻ ഉണർവേകി കേരള വിഷന്റെ തൃശൂരിലെ സംരംഭക കൺവെൻഷൻ. മഹാമാരി കാലത്ത് പോലും സമൂഹത്തിനായി നിലകൊണ്ട കേരള വിഷന്റെ പ്രാധാന്യം വലുതാണെന്ന് ബെന്നി ബെഹനാൻ MP പറഞ്ഞു. പുഴയ്ക്കൽ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന സംരംഭക കൺവെൻഷൻ ചാലക്കുടി MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണെന്ന് അദ്ദേഹം പറഞ്ഞു. റൈറ്റ് ഓഫ് പേയിൽ കിട്ടേണ്ട കേന്ദ്ര ആനുകൂല്യം നേടിയെടുക്കാൻ COAയ്ക്കൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി. ഡിജിറ്റൽ രംഗത്ത് ഏകദേശം 30 ലക്ഷം കണക്ഷനോട് ഓൾ ഇന്ത്യ ബേസിൽ നിങ്ങൾ 5ാം സ്ഥാനത്തെത്തി നിൽക്കുന്നു എന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്നത്. ബ്രോഡ്ബാൻഡ് രംഗത്ത് 12 ലക്ഷം കണക്ഷനോട് കൂടി ഇന്ത്യയിലെ 7ാം സ്ഥാനമുണ്ട്. നിങ്ങൾക്കുണ്ടായ വളർച്ച മാതൃകാപരമാണ്. അപ്പോൾ നിങ്ങൾ നേരിടുന്ന ചില ബുദ്ധിമുട്ടുകൾ അതിനിന്നും ഒരു കുറവ് വന്നിട്ടില്ല. സാമ്പത്തികമായി നിങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഈ വൈദ്യുതി പോസ്റ്റിലൂടെ കേബിൾ വലിക്കുമ്പോഴുണ്ടാകുന്ന നിങ്ങളാണ്. അത് സംസ്ഥാന തലത്തിൽ KSEB റൈറ്റ് ഓഫ് വേ പ്രകാരം നിങ്ങൾക്ക് ഇപ്പോൾ അതിനുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. റൈറ്റ് ഓഫ് വേ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചാൽ ഇപ്പോൾ ഇലക്ട്രിക് പോസ്റ്റിലൂടെ നിങ്ങളുടെ കേബിൾ വലിക്കുമ്പോൾ ആവറേജ് എടുത്താൽ ഒരു 300-350 രൂപയാണ്. റൈറ്റ് ഓഫ് വേയിലാണ് നിങ്ങൾക്ക് ഉൾപ്പെടുത്തി ISPക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചാൽ അത് 100 രൂപയായി. സാമ്പത്തികമായി ഉണ്ടാകുന്ന നേട്ടങ്ങളാണ്. നിങ്ങളുടെ ആവശ്യം ന്യായമാണ്. നിങ്ങളുടെ സേവനം വളരെ പ്രധാനപ്പെട്ടതാണ്. കോവിഡ് കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ വിദ്യാഭ്യാസം നിശ്ചലമായി ഇന്റർനെറ്റ് സൗകര്യത്തിലൂടെ നമ്മുടെ വിദ്യാഭ്യാസം മുന്നോട്ട്. ആ ഇന്റർനെറ്റ് സൗകര്യം ചില റൂറൽ മേഖലയിൽ ലഭ്യമാകാതെ വന്നപ്പോൾ അത് ലഭ്യമാക്കി കൊടുത്തത് കേബിൾ TV ആണ് എന്നൊരു അഭിമാനത്തോട്. അപ്പോൾ ഒരു മഹാമാരി വന്നപ്പോൾ പോലും സമൂഹത്തിന് പ്രയോജനം ചെയ്തു കൊടുത്ത ഒരു സെക്ടറാണ് നിങ്ങളുടെ. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ന്യായമായ ആവശ്യം ഈ റൈറ്റ് ഓഫ് വേയിൽ നിങ്ങൾക്ക് ISPക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കൂടി ലഭിക്കണം എന്ന ഒരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിൽ ഉണ്ടാകേണ്ട ഒരു തീരുമാനമാണ്, അവരെടുക്കേണ്ട തീരുമാനമാണ്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. കേരള വിഷന്റെ OTT പ്ലാറ്റ്ഫോമായ കേരള വിഷൻ എക്സ്ട്രാ എന്റർടൈൻമെന്റ് എന്ന കീയുടെ കൊമേഴ്ഷ്യൽ ലോഞ്ചിങ് MLA P ബാലചന്ദ്രൻ നിർവഹിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. രാജ്യത്തിന്റെ 1.5 കോടി മാത്രം വരുന്ന ജനസംഖ്യയുള്ള കൊച്ചു കേരളത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിലെ ആഗോള കുത്തകകളോട്, രാജ്യത്തേത് മാത്രമല്ല രാജ്യത്തിന്റെ അകത്തെയും പുറത്തെയും സ്വകാര്യ മേഖലയിലെയും പൊതുമേഖലയിലെയും വൻകിട കുത്തക കമ്പനികളോട് നേർക്കുനേർ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. സംരംഭകർക്ക് മുന്നിലുള്ള വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിൽ ഇസാഫ് ബാങ്ക് MD പോൾ തോമസ് മുഖ്യ പ്രഭാഷണം നടത്തി. ബ്രോഡ്ബാൻഡിലെ 5th പൊസിഷൻ ഇൻ ഇന്ത്യ, ഇതൊക്കെ വലിയ കൊച്ചു കാര്യങ്ങളല്ല. പലപ്പോഴും നമ്മൾ കൊച്ചു കേരളത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് കൊച്ചു കേരളം എന്ന് പറഞ്ഞ് കേട്ട് ശീലിച്ചതുകൊണ്ട് നമുക്കൊരു ചെറുതാണെന്നുള്ളതായിട്ടുള്ളൊരു മനോഭാവം അറിയാതെ നമ്മുടെ ഉള്ളിൽ ചെറുപ്പകാലം മുതൽ നമ്മൾ കേൾക്കുന്നതാണ്. നമ്മൾ കൊച്ചു കേരളമാണ്, ചെറിയ സംസ്ഥാനമാണ്, 3.5 കോടി ആളുകളെ ഉള്ളൂ എന്നുള്ളതായിട്ടുള്ളൊരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിൽ കയറി. പക്ഷെ നിങ്ങളൊരു വലിയ സംഭവമാണ്. മേയർ MK വർഗീസ്, KCCL ആൻഡ് KVBL ചെയർമാൻ K ഗോവിന്ദൻ, മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, COO N പത്മകുമാർ, COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ്, TCCL ചെയർമാൻ ഷകിലൻ, സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, ന്യൂസ് മലയാളം 24x7 MD M അബൂബക്കർ സിദ്ദിഖ്, ഇൻഫോ മീഡിയ മാനേജിംഗ് എഡിറ്റർ KV രാജൻ, കേരള വിഷൻ ന്യൂസ് ചെയർമാൻ PS സിബി, MD പ്രജേഷ് അച്ചാണ്ടി, COA സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റുമാരായ VS ജ്യോതികുമാർ, M രാജ്മോഹൻ തുടങ്ങി മറ്റ് ഭാരവാഹികളും പങ്കെടുത്തു. ഈ സാമ്പത്തിക വർഷത്തിൽ 5 ലക്ഷം വീതം ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ കേബിൾ TV വരിക്കാരെ കണ്ടെത്തി ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് കേബിൾ TV കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമതെത്തുക എന്ന ലക്ഷ്യവുമായാണ് കേരള വിഷൻ സംരംഭക കൺവെൻഷൻ സംഘടിപ്പിച്ചത്. 1500 കേബിൾ TV സംരംഭകരാണ് ഏകദിന കൺവെൻഷനിൽ പങ്കെടുത്തത്. TCV തൃശൂർ.